ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസ് ആണ് വിവോ X200T. അപ്പോൾ ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിവോ X200T ഏറ്റവും പുതിയ ഡിവൈസ് ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഏതാണ്ട് സിമിലർ ടു വിവോ X200 ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ 2025 ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ വിവോ X200 സീരീസിന്റെ ഏതാണ്ട് സിമിലർ സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത്. എന്നാൽ ബാറ്ററി കപ്പാസിറ്റിയിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് ഹയർ കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഡിമെൻസിറ്റി 9400+ ചിപ്പാണ്, സ്ലൈറ്റ്ലി ഓവർ ക്ലോക്ക്ഡ് ചിപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മാറ്റങ്ങൾ വരുന്നതും. അപ്പോൾ വിവോ X200Tന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് ആദ്യം ചെയ്യാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വിവോ X200T ആണ്, കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് എന്ന് എഴുതി കാണാം. ബോക്സിന്റെ ബാക്കിൽ കളർ എഴുതി കാണാം. എഗെയിൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റെല്ലാർ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. നമുക്കെല്ലാം തന്നെ ബ്ലാക്കാണ് കിട്ടാറെന്ന് എപ്പോഴും പരാതി പറയുന്നുണ്ട്. ഇത്തവണയും ബ്ലാക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 12GB റാമും 512GB വേരിയൻറ്റുമാണ് വരുന്നത്. ബാക്കി ഡൈമെൻഷൻസ് കാണാം. 8mm ആണ് ഇതിൻ്റെ ഡിവൈസിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സിം ഇജക്റ്റ്, പിന്നെ ബാക്കിയെല്ലാം എഴുതിയും ഇട്ടുണ്ട്. നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ ബോക്സിനകത്ത് എന്താ വരുന്നത് നമുക്ക് നോക്കാം. ബോക്സ് കുറച്ചൊന്ന് ടൈറ്റാണ്. ഓക്കെ, ബോക്സിനകത്ത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഫോൺ കാണാം. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു കേസ് ഉണ്ട്. ഇപ്പോൾ നല്ലൊരു TPU കേസ്, എല്ലാവരും ബ്ലാക്ക് TPU കേസിലേക്ക് മാറി തരാൻ നല്ലൊരു TPU കേസാണ്. പിന്നെ വിവോ X200 സീരീസിൻ്റെ ഒരു കാർഡും മാനുവലാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതിനകത്തൊരു ചാർജറാണ്. 90 വോട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 90 വോട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 90 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഫോണിലേക്ക് വരാം. ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X200T. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് വിവോ X200 പോലെ തന്നെ. ഇൻഫാക്റ്റ് സൈസും തിക്നെസ്സും ഒക്കെ തന്നെ ഏതാണ്ട് സെയിം ആണ്. വെയിറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ക്യാമറ യൂണിറ്റും ബാക്കിയുള്ള ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. കംപ്ലീറ്റ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ ബട്ടണും വോളിയം കീസും കാണാം. മുകൾ ഭാഗത്ത് പിന്നെ മൈക്രോഫോൺസ് കാണാം. ഇവിടെ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴെ സിം ട്രെയിം സ്പീക്കറും കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. USB Type-C പോർട്ടും കാണാം. അപ്പോൾ ഇത്രയാണ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. 6.67 ഇഞ്ചസ് ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ലാർജ് ഡിസ്പ്ലേ അല്ല, എന്നാൽ വളരെ സ്മോൾ ഡിസ്പ്ലേ അല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ മീഡിയം സൈസ് വേണമെങ്കിൽ പറയാം. ഈ ക്യാമറ ലേഔട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെരിസ്കോപ്പ് ക്യാമറ കാണാൻ സാധിക്കും. 50 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. തിക്നെസ് ഉണ്ടല്ലേ 8mm എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിക്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ബെസിൽസും ഏതൊക്കെ മിനിമലാണ്, വളരെ മിനിമൽ, ഓൾമോസ്റ്റ് യൂണിഫോം ബെസിൽസ് വേണമെങ്കിൽ പറയാം. ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ തന്നെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളേഴ്സാണ്. ഇതൊരു ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 5000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബ്രൈറ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണ്. നല്ലൊരു ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ ബെസൽസും കുറവായതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. ഒബ്വിയസ്ലി ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതാണ്. ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ലതാണ്. ഡിസ്പ്ലേ P3 കളേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഒറിജിൻ OS ആണ്. നമുക്ക് ഇവിടെ പോകാം. എബൌട്ട് ഡിവൈസ് ഒറിജിൻ OS 6 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 കാണാം. അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് December 2025 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിൾ പറയുകയാണെന്ന് വെച്ചാൽ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 7 വർഷത്തെ സോഫ്റ്റ്വെയർ സൈക്കിളുമാണ് വരുന്നത്. അപ്പോൾ 5+7 ആണ്. അത് വളരെ മികച്ചതായിട്ട് പറയാൻ സാധിക്കും. കാരണം 5+7 എന്ന് പറഞ്ഞാൽ അടിപൊളി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളാണെന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത അപ്ഡേറ്റ് സൈക്കിളാണ്. ഇനി ബ്രോഡ്ബാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
കുറച്ച് ബ്ലോട്ട് വേസ് ഒബ്വിയസ്ലി ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം, കുറച്ചുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഫോൺ ആദ്യം തന്നെ ബൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് വരും. അത് ഡീസെലക്ട് ചെയ്യുക, അത് സെലക്ട് ചെയ്താൽ എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോംപ്റ്റ് വരുമ്പോൾ അൺചെക്ക് ചെയ്യുക. അപ്പോൾ അധികം ആപ്സ് ഒന്നും പ്രീ ഇൻസ്റ്റാൾഡ് ആവില്ല, എന്നാലും കുറച്ചുണ്ട് ഏറെക്കുറെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിനൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണെന്ന് എൻ്റെ ഓർമ്മ. അതെ, അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കളയാം. അപ്പോൾ ആപ്സ് ഒക്കെ തന്നെ കുഴപ്പമില്ല. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് എന്താ പറയുക, ഒറിജിൻ OS 6 നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. ഓവറോൾ പോളിഷ്ഡ് UI ആണ്, കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും ഓക്സിജൻ OSന്റെ അത്ര ഇല്ലെങ്കിൽ പോലും നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്ഡേറ്റ്സ് ഒക്കെ തന്നെയാണെങ്കിൽ നല്ല രീതിയിലാണ് വിവോ കൊടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് IP68 69 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിനൊപ്പം തന്നെ ഡ്യൂറബിലിറ്റി കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വിവോ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അൺബോക്സിങ് ചെയ്തു, നമ്മൾ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞു, 5+7 years വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ Dimensity 9400+, അത് ഡെഫിനറ്റ്ലി നല്ലൊരു ചിപ്പാണ്. എഗെയിൻ നമ്മൾ Dimensity 9400 കണ്ടതാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ LPDDR 5X RAM, UFS 4.1 ആണ്. അപ്പം പെർഫോമൻസ് ഓറിയന്റഡ് ഡിവൈസ് തന്നെയാണ്. പിന്നെ നമുക്ക് നല്ലൊരു കോമ്പാക്ട് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൂടിയാണ്, ഗെയിമൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പവർഫുൾ ഡിവൈസ് ആണ്. ഡീറ്റെയിൽഡ് ആയി ടെസ്റ്റിംഗ് ചെയ്ത് ഞാൻ പറയാം, ഹീറ്റ് ഉണ്ടോ, ബാറ്ററി ഡ്രെയിൻ എക്സ്ട്രാ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെ പറയാം. നല്ലൊരു ഹാർഡ്വെയർ എക്സ്പീരിയൻസും ആണ്, അതേപോലെ തന്നെ ഓവറോൾ പെർഫോമൻസും നല്ലതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്, അതും 5G സപ്പോർട്ട് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. Dimensity 9400+ ഒരു അടിപൊളി പെർഫോമൻസ് ചിപ്പാണ്. എസ്പെഷ്യലി ഒരു 50 to 60,000 60-65,000 ആ റേഞ്ചിലൊക്കെ നല്ലൊരു ചിപ്പ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഇപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് കൂടിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി നല്ലൊരു പ്രൈസിങ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു പെർഫോമൻസ് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത് ഇതിന്റെ ക്യാമറയിലോട്ട് പോകാം. എഗെയിൻ നമുക്ക് കിട്ടുന്നത് ഒരു 50 MP ക്യാമറയാണ്, 32 MP സെൽഫി ക്യാമറയാണ്. ഇനി പ്രൈമറി ക്യാമറ ആണെങ്കിൽ സോണീൻ്റെ IMX921 സെൻസറാണ് വരുന്നത്. അതിനകത്ത് f1/1.56 ഇഞ്ച് സെൻസറാണ്. അതേപോലെ തന്നെ f1.57 അപ്പേച്ചറാണ്, ഒപ്റ്റിക്കലി മിഡ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടഡ് ആണ്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എഗെയിൻ ഒരു 50 MP ആണ്, JN1 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ടെലിഫോട്ടോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി സോണി IMX882 സെൻസറാണ്, 1/1.95 ഇഞ്ചാണ് സെൻസർ സൈസ് വരുന്നത്. അഗെയിൻ 100x Zeiss സൂമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ Zeissന്റെ നമുക്കറിയാമല്ലോ അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ റേഞ്ചിൽ, ഇപ്പോൾ Vivo X300 ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ അടിപൊളിയാണ്. പിന്നെ 4K 60 FPS റെക്കോർഡിങ്ങും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വിവോയിൽ കിട്ടുന്ന Zeissൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്തുണ്ട്, ഒന്നും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Vivo X200T എടുത്ത ക്യാമറ സാമ്പിൾസ്, അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ്, അതിലൊരു സംശയമില്ല. ഓവറോൾ ഒരു ക്യാമറ ചാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ചാമ്പ്യൻ ക്യാമറ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരുപാട് ഫീച്ചേഴ്സ് തന്നെ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെ കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഫേസ് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ. ഇനി ബാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ 6200 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 90 watt ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തവണ വയർലെസ് ചാർജിങ് ഉണ്ട്, 40 watt വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും പവർ പാക്ഡ് ആണ്. 6200 mAh എനിക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ 7500 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ 6200 എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇനി ബാറ്ററി ലൈഫ് എത്രത്തോളം നല്ലതെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതായിരുന്നു Vivo X200Tന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് ആദ്യം നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് വരുന്നത് 12256 അറൌണ്ട് 59,999 ആണ്. അഗെയിൻ 5,000 rupees കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ അറൌണ്ട് 55,000 rupees കിട്ടും. നല്ലൊരു പ്രൈസിങ് എന്ന് പറയാം. കാരണം മെമ്മറി എന്താ പറയുക, ഇപ്പം മെമ്മറിൻ്റെയും സ്റ്റോറേജിൻ്റെയും ഒക്കെ പ്രൈസിങ് ഹയർ ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 512 ആണെങ്കിൽ 69,999 ആണ്. രണ്ട് വേരിയന്റ് തമ്മിൽ ഓൾമോസ്റ്റ് 10,000 rupees ഡിഫറൻസ് ഉണ്ട്. അവിടെ നമുക്ക് 5,000 rupees ഇൻസ്റ്റന്റ് കാർഡ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു പ്രൈസിങ് വൈസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. ലാസ്റ്റ് ഇയേഴ്സ് ഫ്ലാഗ്ഷിപ്പിന്
ഒന്നും കൂടെ റിഫൈൻ ചെയ്തെടുത്താണ് വിവോ X200T. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പരാതികളോ കോംപ്രമൈസസോ ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ലൊരു ഓവറോൾ പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു വിവോ X200Tൻ്റെ ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജാണ്. പ്രൈസ് ടു ഫീച്ചർ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ക്യാമറാസ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇംപ്രസീവ് ആസ്പെക്റ്റ് ആണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലൊരു പാക്കേജാണ് വിവോ X200T ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ പ്രൈസിങ് വർത്ത് ആണോ അല്ലയോ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.